അങ്ങനെ പതിവ് പോലെ തന്നെ ഏർലി മോർണിംഗ് നമ്മൾ റെയ്ഡ് സ്റ്റാർട്ട് ചെയ്തു. ഇന്നത്തെ റെയ്ഡ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അർബൻ ലോക്കോമോട്ട് ആലുവ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ നിന്നുള്ള റെയ്ഡാണ്. ഓൾമോസ്റ്റ് ഒരു 22-23 ബൈക്സ് ഉണ്ട്. ഇന്നാണെങ്കിൽ നല്ല തണുപ്പുണ്ട്. ക്ലൈമറ്റ് ആണെങ്കിൽ അത്യാവശ്യം ഫോഗിയാണ്. നിങ്ങൾക്ക് എത്ര കാണാൻ പറ്റുമെന്ന് അറിയില്ല ഇതിൽ, എന്നാലും റോഡിലൊക്കെ അത്യാവശ്യം ഫോഗി ക്ലൈമറ്റാണ്. അങ്ങനെ നമ്മൾ ഷോറൂം എത്തിയിട്ടുണ്ട്. പതിവ് പോലെ തന്നെ ഒരു 30-20 മിനിറ്റ് നമുക്ക് പോസ്റ്റ് കിട്ടി. ഇവിടത്തെ ഇന്ന് വന്നേക്കണ ആരും ഞാൻ അറിയില്ല. റൈഡിങ്ങിൻ്റെ ബ്രീഫിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങാൻ നിൽക്കുകയാണ്. എങ്ങനെയാണെന്ന് അറിയില്ല. ഷോറൂമിൽ വന്നിട്ട് ഇപ്പോൾ 3-4 പേരെ കമ്പനിയായി. ഇനി പോകുന്തോറും എല്ലാവരും പരിചയപ്പെടാൻ പറ്റും. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 6:30 നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ റൈഡ് പോകുന്നത് നമ്മൾ മാമലകണ്ടം മൂന്നാർ ഗ്യാപ്പ് റോഡ് ആ ഒരു സ്ട്രെച്ചാണ് ഇന്നത്തെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓൾമോസ്റ്റ് ഒരു ഈവനിങ് ആകുമ്പോഴേക്കും ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ നേരെ എല്ലാവർക്കും നല്ല വിശപ്പായി തുടങ്ങിയിട്ടുണ്ട്. നേരെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് മാമലകണ്ടം സ്ട്രെച്ച് പിടിക്കാൻ നല്ലത്. അങ്ങനെ ഒരു നല്ല പ്ലേസ് ഉണ്ടപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടാണ്. ഓൾമോസ്റ്റ് 22 ബൈക്കും നിരത്തി വെച്ചിട്ടുണ്ട്. 1, 2, 3, 4, 5, 6. നമ്മൾ എത്ര വണ്ടി ഉണ്ട്? എത്ര വണ്ടി ഉണ്ട് ടോട്ടൽ? 22. ടോട്ടലി ഞാൻ കറക്റ്റ് കൗണ്ട് ചെയ്തില്ല. എന്താ പേര്? എൻ്റെ പേര് ശ്രീപാൽ. ശ്രീപാൽ. ഇവിടെ ചാലക്കുടി. നല്ല ആംബിയൻസ് ഉണ്ട്. ഏർലി മോർണിംഗ് ആയതുകൊണ്ട് നല്ല ആംബിയൻസ് ഉണ്ട്. ഞാൻ എടുത്ത കുറച്ച് പിക്ചേഴ്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് വിടാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയുണ്ട് ആംബിയൻസ് പിക്ചറിൻ്റെ. ഇത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറാണ്. ഫുഡ് സ്പോട്ട്. എത്ര മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ? നല്ല അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. ഇനി നേരെ മാമലകണ്ടം ഫോറസ്റ്റിലേക്ക് കയറുകയാണ്. ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പം. മാനസിക എന്നാണ് അവൻ്റെ പേര്. ഞങ്ങൾ അന്ന് വന്നത് CBR-ലാണ്. അന്ന് എനിക്ക് CBR ആണ്, അവനും CBR ആണ്. ഈ വഴിയൊക്കെ പോകുമ്പോൾ അവന് നൊസ്റ്റാൾജിക് ഫീലാണ്. അവനിപ്പോൾ ദുബായിലായതുകൊണ്ട് ഒരുമിച്ച് റൈഡൊന്നും ഇല്ല. അതിൻ്റെ ഒരു മിസ്സിങ് ഉണ്ട്.
സെയിം ഫീൽ. മാനസികമാണിപ്പോൾ ദുബായിലും പോയി. ചെക്കൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, മിക്സ് ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ റൈഡ് പോകണതൊക്കെ കാണുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടം. എപ്പോഴും പറയും ഞാൻ തിരിച്ചു വരുമ്പോൾ റൈഡ് പോകണം, തിരിച്ചു വരുമ്പോൾ റൈഡ് പോകണം. അപ്പം ഞാൻ പറയും റൈഡ് പോകാനോ. കുറച്ചുകൂടി ഏഴ് മോർണിംഗ് വരണമെങ്കിൽ കുറച്ചുകൂടി വൈകിട്ടാണ് ഇനി നേരം വൈകി കുറച്ച് ചൂടുകൊണ്ട് തുടങ്ങി. കുഴപ്പമില്ല, ഒരുപാട് കുറച്ച് ജലദോഷം ഉണ്ട്, എന്നാലും ഓക്കെയാണ്. നമ്മളെ ടോട്ടല് 22 വണ്ടി ഉണ്ട് കേട്ടോ. ടോട്ടല് 22 വണ്ടികൾ. അതിൽ ഹിമാലയം തന്നെ എല്ലാ കളറും ഓൾമോസ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് എല്ലാ കളർ ഹിമാലയം ഒരുമിച്ച് റൈഡ് പോണത്. ഹിമാലയം കുറച്ച് മാത്രമല്ല, ഹിമാലയം 411 ഉണ്ട്, ഷോട്ട് ഗണ്ണുണ്ട്, ഇന്റർസെപ്റ്റർ ഉണ്ട്, പഴയ സ്റ്റാൻഡേർഡ് ഉണ്ട്, പിന്നെ ക്ലാസിക് ഉണ്ട്. ഷോറൂമിൽ നിന്നുള്ള റൈഡല്ലേ, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ മോഡൽസും ഉണ്ട്. 22 വണ്ടിയുണ്ട്. അത് കാരണം ഒരു പ്രത്യേകമായി എല്ലാ വണ്ടികളുണ്ടല്ലോ. പിന്നെ ഗ്രൂപ്പ് റൈഡിന് കുറേ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് സ്പീഡ് എപ്പോഴും ഒരു 60-50 ഉള്ളിൽ വെക്കേണ്ടി വരും. കാരണം എല്ലാവരും ട്രാക്കാണല്ലോ, അപ്പോൾ സ്പീഡിൽ പോയി ആ കണ്ടിന്യൂഷൻ കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഗ്രൂപ്പ് റൈഡ് പോകാത്ത കാരണം നമ്മളെപ്പോഴും അത്യാവശ്യം ഓവർടേക്ക് ചെയ്തല്ല എപ്പോഴും പോവാം. അത് കാരണം ഇത് ഇത്തിരി ലാഗായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഇതും ഒരു എക്സ്പീരിയൻസ് ആണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു ഫോട്ടോഷൂട്ട് പോയിന്റ് എടുക്കും, അത്യാവശ്യം വണ്ടികളൊക്കെ ഇതിലെ ഫോട്ടോസ് എടുക്കും. വണ്ടിയൊക്കെ എടുക്കുന്നുണ്ട്. ലൈനപ്പ് ചെയ്ത് ഫോട്ടോ എടുക്കാനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നല്ല രണ്ടൊന്ന് ലൈനപ്പ് ആക്കാം. ഫോട്ടോ എടുക്കും ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്യും. അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഫോട്ടോസൊക്കെ എടുക്കുന്ന ആകെ ശീലം ഭയങ്കര കുളിച്ച്
നമ്മളിതിൽ വേണം കുറച്ച് വെള്ളം കുടിക്കാൻ. ഇവളൊന്ന് റീഫില്ല് വേണം. അങ്ങനെ നമ്മൾ മാമലക്കണ്ടം സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പിള്ളേർക്കൊക്കെ എന്താ സുഖം. എല്ലാ ദിവസവും നല്ല കിടിലൻ വ്യൂ ഉണ്ട്, പഠിക്കാം. മൺസൂൺ സീസണിലൊക്കെ നല്ല അടിപൊളിയായിരിക്കും ഇവിടുത്തെ വ്യൂ. കിടില ആംബിയൻസ് ആയിരിക്കും. കോടയൊക്കെ ഇങ്ങനെ മലകളിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വന്ന സ്കൂളിലേക്ക് വരുന്ന ഒരു ഫീലിലേക്ക് ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. മൺസൂൺ സീസണിൽ നമ്മൾ ഈ വഴി വന്നിട്ടില്ല, അത് കാരണം ഡയറക്റ്റ് കാണാൻ പറ്റില്ല. എന്നാലും അടിപൊളി ആംബിയൻസ് ആയിരിക്കും. നമുക്കത് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്.